അപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ ഒരു വീട്ടിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയുള്ളൊരു കാഴ്ചയായത് ഫുൾ കാപ്പി മരം അല്ലേ, നല്ല പൂത്ത് കിടക്കുന്ന കാപ്പി ഉണ്ടോ ഇഷ്ടംപോലെ. ഇതെല്ലാം ഇവരുടെ തോട്ടങ്ങളാണ്, ഏക്കർ കണക്കിന് തോട്ടമാണ്. അത് ആ റെഡിട്ട് പോകുന്നില്ല നമ്മളെ ചെങ്ങായ. ഇത് കണ്ട ഇവിടെ മുളൻ്റെ കാട് കണ്ട ഗൈസ്, അടിപൊളി സൂപ്പർ. നല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടുത്തെ. ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയല്ലേ, നല്ല തണുപ്പട്ടാ. ഇവരെല്ലാം ശരിക്കും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ് മോനെ, ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം ജീവിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാ നമ്മളെ പഴയ വീഡിയോയിലുള്ള റജീസ് ബ്രോ എൻ്റെ ഫ്രണ്ടാണ്, ഒരുമിച്ചിട്ട് ദുബായിൽ നിന്ന് കളിക്കുന്നത്. അപ്പോൾ റജീസ് ബ്രോ നല്ല വീഡിയോ ഇതാരാ ഫോൺ ഏതായാലും ആ അതിൽ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരുന്നുണ്ട് നമുക്ക്. അതാണ്ട പണ്ടത്തെ വിഷറി കൊണ്ട് അത് കാറ്റ് വീശിട്ട് എടുത്ത്. ഇത് വേണ്ട ഇവരെ ഇതിൻ്റെ സൈഡിൽ തന്നെ നല്ല പുഴയൊക്കെ ഉണ്ട്, എന്താ പോലെ അല്ലേ, നല്ല നിറച്ചും മീനുകളാണ്. നമുക്ക് സമയം ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചൂണ്ടിടണം കേട്ടാ. ഇവിടുത്തെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ റേഞ്ച് ഇല്ല, അതുകൊണ്ട് അടിപൊളിയാ. ആരും വിളിക്കുകയില്ല, ആരും ശല്യം ഉണ്ടാവില്ല. അതെ റജീസ് ഭായെല്ലാം അങ്ങ് പോയിട്ടാ, ഇതൊരു കാട് പോലെ ഫുള്ള് കാപ്പിത്തോട്ട. എവിടെ അങ്ങുള്ള ട്രാവലർ. ഇവരുടെ ഈ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഹോം സ്റ്റേയും അതുപോലെ മറ്റേ ഇതൊക്കെ ടെൻ്റൊക്കെ ചെയ്യുന്നുണ്ട്, അത് ട്രീ ഹട്ടൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ അതും കൂടി വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും മോനെ സംഭവം. ഇവരെ ടീംസ് എല്ലാം കുറച്ചെണ്ണം വന്നിട്ടുണ്ട്. എന്നാ പരിപാടി? പൊളിക്കും. എന്താ പരിപാടി? ആ കീടില്ല. അതെ. അപ്പോൾ ഇതൊക്കെ സ്ഥലം നോക്കിയാൽ നമ്മൾ രാത്രി വന്നിട്ടാ ഇവിടെ നിന്ന് നമ്മൾ ചിക്കൻ ചുടേണ്ട പരിപാടിയുണ്ട് ഇന്ന് നൈറ്റ്. മൂപ്പര് ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് അവിടെ. ഇത് മൂപ്പര് എടുക്കുന്ന വീടാത്, ആ കാണുന്ന വീടിൻ്റെ തൊട്ടടുത്തിട്ട് പോയത് എടുക്കുന്നുണ്ട്. കാശ് അപ്പൊ നമ്മൾ 8 കിലോമീറ്ററോളം ട്രക്ക് ചെയ്യാൻ പോകുന്നു. പറ്റിച്ചു തന്നെ ഇതാ നടക്കാനൊന്നുമില്ല, ഇവൻ പറ്റിച്ചു. ഇനി ഏത് കുന്നും മലയാണ് കയറുന്നതെന്നൊന്നും അറിയില്ല. നമ്മളെ ടീം സാറിന് വെള്ളമൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. നമ്മളാ ചങ്ങായി ബഷീറിൻ്റെ വെള്ളം വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. നല്ല കയറ്റമാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒന്നും കിട്ടൂല. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു ചെറിയൊരു വാട്ടർഫോൾസ്, ഇത് ചലവറ വാട്ടർഫോൾസ്. ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് മുന്നേ. ഇതാണ് അതിലേക്കുള്ള വഴി ഗൈസ്. അപ്പം നമ്മളെ ടീംസ് എല്ലാം റെഡിയാണ്. നമ്മൾ ഒരിക്കൽ വന്നിട്ട് ചേലാറോ ബേട്ട, നമ്മൾ ചോമാ ബേട്ട എന്നിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അയ്യ കുന്നായത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് അന്ന് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു കുന്നാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആവേശത്തിന് കൊടുമുടിയായി നമ്മളെ റജീഷ് മുന്നിൽ നിന്ന് നയിക്കുന്ന ഈ യാത്ര. അപ്പം നമുക്ക് ചെറിയൊരു മലയാണ് കയറേണ്ടത്. ഇതേണ്ട അത്രയല്ലോ, സിമ്പിൾ. ബ്രോ ആക്ച്വലി ഈ ഒരു മല എന്ന് പറഞ്ഞാല് നല്ല റിസ്ക്കാന്നാ പറയുന്നത്. അപ്പോൾ അതിന് വേൾഡ് പക്ഷെ നല്ലൊരു അനുഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം കയറിയ മല അതാണ് ആ കാണുന്നത്. നമ്മൾ അടിപൊളി അതിൻ്റെ മേലെ കയറിയിട്ടുള്ള വിഷ്വലെല്ലാം ഇട്ടത്. ഇവിടെ ഒരു ചെറിയൊരു ഹട്ടുണ്ട്, നമുക്ക് വിശ്രമ കേന്ദ്രമുണ്ട്. അടിപൊളി സ്ഥലം. ഈ സംഭവം കാണും പോലെ ഒന്നുമല്ല, നല്ല ടഫാണ്. എന്തൊരു മാതിരി കുത്തനെയുള്ള കയറ്റ. അപ്പോൾ അതാ നമ്മളെ 2 സുഹൃത്തുക്കള്, ഒരാൾ ഇവിടെയും ഒരാളത് അവിടെയും നിന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചുറ്റുമുള്ള കാഴ്ചകൾ ഇതാണ് ഗൈസ്. അപ്പോൾ ഇതാ സിമ്പിളി നമുക്ക് കാണിച്ചു തരാം. ഇതൊരുമാതിരി കുത്തനെയുള്ള ചെരുവാട്ടാ. ഒന്ന് സ്കിഡായിട്ടുണ്ടെങ്കിൽ
പണിയാണ്. അത്രയും ഒരു ചെങ്കുത്തായിട്ടുള്ള മല. ഇതൊക്കെ നിൽക്കുന്ന നേരെ കുത്തനെയാണ് വരുന്ന മല. കണ്ട ഗൈസ്, കഷ്ടപ്പാട് കണ്ട. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റെങ്ങനെ നീർന്നിട്ട് കയറാൻ പറ്റൂല. 2 കൈയും കാലും ഉപയോഗിച്ചിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അത്രയും സ്ലോപ്പാണ്. ഒരു ചങ്ങായി കണ്ട അങ്ങ് ദൂരത്ത് നിന്ന് കൈവിട്ട് കളിക്കുന്നുണ്ട. ഓൻ 5 പ്രാവശ്യം കയറിയെന്നാ പറഞ്ഞേ. ആക്ച്വലി ഓരോ മല കയറും അതിൻ്റെതായിട്ടുള്ള സ്ട്രെസ് ഉണ്ട്, നല്ല വിഷമമുണ്ട്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞ് ആ ട്രക്കിങ് ചെയ്ത് കഴിഞ്ഞാലുള്ള ഒരു മനസ്സുഖം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗൈസ്, എങ്ങനെ ഫീൽ ചെയ്യുന്നു? അടിപൊളിയല്ലേ? മോനെ, അപ്പം നമ്മളെ പിള്ളേരെ ഒന്നും കാണാൻ പോലില്ല. അയ്യോ, സംഭവം തന്നെ. നമ്മൾ അന്ന് കയറിയ മലയൊക്കെ ഇതിൻ്റെ എത്രയോ താഴത്താട്ടാ. ആ ലൈന് പോകുന്നതാണ് നമ്മൾ അന്ന് കയറിയ മല. അതിലെത്രയോ താഴത്താ. ചുറ്റുമുള്ള കാഴ്ച നല്ല തണുപ്പാണ് ഇവിടെ. അയ്യോ, എവിടെ? വേറെ ഏതോ പഞ്ചായത്തില അല്ലെങ്കിൽ കേരളത്തിലല്ല ഇറങ്ങി വന്നു. ഇവനൊരു അങ്ങോട്ട് വണ്ടി എടുത്ത് തരേണ്ടി വരും. അടിപൊളി മോനെ, സംഭവം ഇടും. മോനെ, ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടാൽ സീനന്നെ. പൊളിക്കും. ഫുള്ള് കാടാട്ട ചുറ്റും. നമ്മള് പിള്ളേരെ ഒന്നും കാണാൻ പോലും ഇല്ല. ആരെയും കാണുന്നില്ല. ഉള്ളിലങ്ങനെയുള്ള കാണുന്നില്ല. പക്ഷേ ഇതിൻ്റെ മേളിലുള്ള കാഴ്ച പോനെ സെറ്റ്. മോനെ, ഇതിൻ്റെ മണ്ടയിലാന്ന്. ഏതെല്ലോ മലൻ്റെ മേലെയാന്ന്. ആക്ച്വലി മലൻ്റെ പേരെന്തായാലും പറഞ്ഞ ചേലാവറ ഹിൽ, ചേലാവറ പേട്ട. ഓക്കെ, നൈസ് എക്സ്പീരിയൻസ്. നല്ല പണിയുണ്ട് കയറുക അല്ലേ? പക്ഷെങ്കിൽ ഇത് കയറിയാൽ അടിപൊളി, പറയാനില്ല, സെറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ മല ഇറങ്ങാൻ ഭയങ്കര പ്രയാസമായിരിക്കും. കാരണം നല്ല സ്ലോപ്പാണ്. ഈ കല്ലെല്ലാം പൊടിഞ്ഞ് കിടക്കുകയാണ്. കുത്തനെയുള്ള ഇറക്കമാണ്. കയറൽ എങ്ങനെയല്ലോ കയറി, ഇനി ഇറക്കം ഡിഫിക്കൽട്ടിയാണ്. നോക്കാം. നമ്മളെ ചേലാവറ വാട്ടർഫോൾസ് ആയത് ഇവിടെ 21 ആളിലധികം പേരിവിടെ മരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് വേലിയൊക്കെ കെട്ടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, ക്ലോസ്ഡാണ്. പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല.